ഓം ശ്രീ സായിറാം. എല്ലാമെല്ലാമായ സ്വാമിയുടെ പാദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അമ്മ എന്നത് ഏറ്റവും മഹത്തായതും ആദരിക്കപ്പെടേണ്ടതും ആരാധിക്കപ്പെടേണ്ട ദൈവവുമാണെന്ന സത്യം ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഈശ്വരാംബ ദിനത്തിൽ ഇങ്ങനെ ഒരു സ്കിറ്റ് അവതരിപ്പിക്കുവാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞങ്ങൾ ഭഗവാനോടും ലോകമാതാവായ ഈശ്വരാംബയോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുന്നു. ഇത് ഒരു കുടുംബത്തിന്റെ കഥയാണ്. ആധുനികതയുടെ പേരിൽ സ്വന്തം വേരുകൾ മറക്കാൻ പോകുന്ന ഒരു അച്ഛൻ്റെ കഥ. ഇതിലെ കഥാപാത്രങ്ങൾ: സുരേഷ് അച്ഛൻ, ലക്ഷ്മി അമ്മ, കാവേരി ദേവി മുത്തശ്ശി, ആദ്യ കുട്ടി, മിസ് ഡയാന പ്രിൻസിപ്പൽ. സംസ്കാരത്തിൻ്റെ ആത്മസാക്ഷ്യം. സീൻ 1. ഗ്രാമത്തിൽ നിന്ന് തൻ്റെ കൊച്ചുമകളെ കാണാനെത്തിയ ഒരു മുത്തശ്ശി സ്വന്തം കൈപുണ്യത്താൽ ഉണ്ടാക്കിയ ലഡുവുമായി അവളെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്നു. പക്ഷേ ആ സ്നേഹത്തിൻ്റെ മുന്നിൽ സ്റ്റാറ്റസ് എന്നൊരു മതിൽ ഉയരുന്നിടത്താണ് ഈ കഥ തുടങ്ങുന്നത്. ഹായ് മുത്തശ്ശി. ആഹാ, മുത്തശ്ശിയുടെ പൊന്നു മോന്. പ്രണാമം മുത്തശ്ശി. സായിരാം. ആഹാ, എൻ്റെ മക്കൾ മുത്തശ്ശി പഠിപ്പിച്ചതൊന്നും മറന്നിട്ടില്ലല്ലേ? മിടുക്കി. ഞാനൊന്നും മറന്നിട്ടില്ല മുത്തശ്ശി. വരൂ മുത്തശ്ശി. മുത്തശ്ശി പറഞ്ഞിട്ടില്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കരാഗ്രേ ജപിക്കണമെന്ന്? ഞാൻ എന്നും ജപിക്കാറുണ്ട്. ചൊല്ലിക്കേൾപ്പിക്കട്ടെ. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. ആ, മിടുക്കി കുട്ടി. ഉമ്മ. ആഹാ, അമ്മ എപ്പോഴെത്തി? യാത്രയൊക്കെ സുഖമായിരുന്നോ അമ്മേ? അമ്മേ, ആദ്യയുടെ മുന്നിൽ അമ്മയുടെ ആ നാട്ടുഭാഷ സംസാരിക്കരുതെന്ന് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? അവൾക്ക് നാളെ ഇന്റർനാഷണൽ സ്കൂളിൽ അഡ്മിഷന് ഇന്റർവ്യൂ ഉള്ളതാണ്. അവിടെ ചെന്ന് അവൾ എങ്ങനെയുണ്ട്, സുഖമാണോ, അല്ലെങ്കിൽ സായിറാം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മാനം പോകും. ഡൊണേഷൻ കൊടുത്താൽ പോലും അവിടെ അഡ്മിഷൻ കിട്ടില്ല. സ്റ്റാറ്റസും ക്ലാസും മാത്രമാണ് അവർ നോക്കുന്നത്. ഇനി മുതൽ അവളിൽ നിന്ന് അകന്നു നിൽക്കണം, ഇന്റർവ്യൂ കഴിയുന്നത് വരെ. അത് പിന്നെ മോനെ, അത് ഞാൻ കുഞ്ഞിന് കൊടുക്കാൻ ഉണ്ടാക്കിയതാ. സീൻ 2. സുരേഷും ഭാര്യ ലക്ഷ്മിയും കഴിഞ്ഞ 1 മാസമായി 5 വയസ്സുകാരിയായ ആദ്യയെ ഒരു തത്തയെ പോലെ പഠിപ്പിക്കുകയായിരുന്നു. വീടിനുള്ളിൽ ഒരു പട്ടാളച്ചിട്ട തന്നെ ആയിരുന്നു. ഹലോ, പറയൂ. ഹലോ. വാട്ട്സ് യുവർ നെയിം? മൈ നെയിം ഇസ് ആദ്യ സുരേഷ്. എവിടെ നിന്നാ വരുന്നതെന്ന് ഇംഗ്ലീഷിൽ പറയുമോളെ. ഐ ആം ഫ്രം പത്തനംതിട്ട, കോന്നി. അച്ഛൻ്റെ അമ്മയുടെയും പേര് ഇംഗ്ലീഷിൽ ചോദിച്ചാൽ എങ്ങനെ പറയും? വാട്ട് ഈസ് യുവർ ഫാദേഴ്സ് നെയിം? വാട്ട് ഈസ് യുവർ മദേഴ്സ് നെയിം? മോൾ എങ്ങനെ പറയും? മൈ ഫാദേഴ്സ് നെയിം ഇസ് സുരേഷ് കുമാർ. മൈ മദേഴ്സ് നെയിം ഇസ് ലക്ഷ്മി സുരേഷ്. മോളെ, ഇതേത് കളറാണ്? ബ്ലൂ. ദാ ഇതോ റെഡ്. ഒന്നും തെറ്റിക്കരുതേ മോളെ, ഇത് വലിയ സ്കൂളാ. സീൻ 3. അടുത്ത ദിവസം രാവിലെ അവർ നഗരത്തിലെ ആ പ്രശസ്തമായ സ്കൂളിലെത്തി. വിദ്യാർത്ഥികളുടെ നീണ്ട നിര തന്നെയായിരുന്നു അവിടെ. എല്ലാവരും ഇംഗ്ലീഷിലായിരുന്നു സംസാരിച്ചിരുന്നത്. സുരേഷും ലക്ഷ്മിയും അല്പം പരിഭ്രമത്തിലായിരുന്നു. ഒടുവിൽ അവരുടെ ഊഴമെത്തി. മിസ് ഡയാനയുടെ ക്യാബിൻ വളരെ വലുതായിരുന്നു. ഗൗരവക്കാരിയായിരുന്നു മിസ് ഡയാന. അവർ ആദ്യയോട് ചോദിച്ചു, What's your name? My name is Adya Suresh. Okay.
Where are you from? I am from Pathanamthitta, Koni. What's your father's name? My father's name is Suresh Kumar. Mother's name? My mother's name is Lakshmi Suresh. Okay. Can you name some colors? Blue, red, yellow, orange, and green. Good. How many days are there in a week? Name them. There are 7 days in a week. They are Sunday, Monday, Tuesday, Wednesday, Thursday, Friday, and Saturday. Nice. പഠിപ്പിച്ചു വിട്ടതുപോലെ ആദ്യ കൃത്യമായി മറുപടി നൽകി. സുരേഷിൻ്റെയും ലക്ഷ്മിയുടെയും മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. എല്ലാം വിചാരിച്ചതുപോലെ നടക്കുന്നു. പെട്ടെന്ന് മിസ് ഡയന പേന താഴെ വെച്ചുകൊണ്ട് ആദിയുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, മോളെ, നിന്റെ വീട്ടിൽ ഒരതിഥി വന്നാൽ അല്ലെങ്കിൽ മുത്തശ്ശിയെയും മുത്തശ്ശനെയും കണ്ടാൽ നീ ആദ്യം എന്താണ് ചെയ്യുക? സുരേഷ് പഠിപ്പിക്കാത്ത ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കപ്പെട്ടത്. സുരേഷിന്റെ നെഞ്ചിടിപ്പ് കൂടി. ഇത് അവൻ പഠിപ്പിച്ചിരുന്നില്ല. ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ അവൻ ആംഗ്യം കാണിച്ചു. എന്നാൽ സുരേഷ് പറഞ്ഞത് ആദ്യ ചെയ്തില്ല. അവൾ കസേരയിൽ നിന്നിറങ്ങി പതുക്കെ നടന്ന് പ്രിൻസിപ്പൽ മിസ് ഡയനയുടെ അടുത്തെത്തി അവളുടെ പാദങ്ങളിൽ തൊട്ടു വന്നിച്ചു. എന്നിട്ട് കൈകൾ കൂപ്പി നിഷ്കളങ്കമായി പറഞ്ഞു, പ്രണാമം ഗുരുജി, സായിരാം. മുറിയിൽ നിശബ്ദത പടർന്നു. അഡ്മിഷൻ കിട്ടില്ലെന്ന് സുരേഷ് ഉറപ്പിച്ചു. അമ്മയോട് അവന് ദേഷ്യം തോന്നി. അമ്മ രഹസ്യമായി ഇതൊക്കെ പഠിപ്പിച്ചതാണെന്ന് അവൻ കരുതി. എന്നാൽ സുരേഷ് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒന്നാണ് പിന്നീട് സംഭവിച്ചത്. അതുവരെ ഗൗരവത്തിലായിരുന്ന മിസ് ഡയന പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾ ആദ്യയെ അടുത്തിരുത്തി പറഞ്ഞു, മിസ്റ്റർ സുരേഷ്, ഇന്ന് രാവിലെ മുതൽ ഞാൻ പല കുട്ടികളെയും ഇൻ്റർവ്യൂ ചെയ്തു. എല്ലാവരും ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് എന്നിങ്ങനെ റോബോട്ടുകളെ പോലെ. പക്ഷേ നിങ്ങളുടെ മകൾ ചെയ്തത് നമ്മുടെ സംസ്കാരമാണ്. ഇത് പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിയില്ല. ഇത് വീട്ടിൽ നിന്നാണ് കിട്ടുന്നത്. സുരേഷ് സ്തബ്ധനായിപ്പോയി. മിസ് ഡയാന തുടർന്നു, ഇന്നത്തെ അഭ്യസ്ത വിദ്യരായ മാതാപിതാക്കൾ മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ സ്വന്തം വേരുകൾ മുറിച്ചു മാറ്റുകയാണ്. ഒരു കുട്ടി സ്കൂളിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കും, എന്നാൽ മുതിർന്നവരുടെ പാദം തൊട്ട് വന്ദിക്കുന്നതും സായിറാം പറയുന്നതും സ്വന്തം ഭാഷയിൽ അഭിമാനം കൊള്ളുന്നതും വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. ആരാണിവളെ ഇതൊക്കെ പഠിപ്പിച്ചത്? എൻ്റെ മുത്തശ്ശിയാണ്. വിദ്യാഭ്യാസം വിനയം നൽകുമെന്നും മുതിർന്നവരെ വണങ്ങുന്നതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസമെന്നും എൻ്റെ മുത്തശ്ശി പറയാറുണ്ട്. നിങ്ങളുടെ അമ്മയോട് പറയണം, ഇന്ന് അവരുടെ കൊച്ചുമകൾക്ക് അഡ്മിഷൻ കിട്ടിയത് ആ മുത്തശ്ശി പഠിപ്പിച്ച മൂല്യങ്ങൾ കൊണ്ടാണ്. മാതൃഭാഷ ഒരു നാണക്കേടല്ല, അത് നമ്മുടെ അടയാളമാണ്. സ്വന്തം അമ്മയെപ്പോലെ ഓരോരുത്തരും അവനവരുടെ മാതൃഭാഷയെ സ്നേഹിക്കണം. സീൻ 4. തിരികെ വരുന്ന വഴി. സുരേഷിന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ. അവ്യക്തമായ ഭാഷ, മാനം പോകും എന്നിങ്ങനെ താൻ പറഞ്ഞ വാക്കുകൾ സുരേഷ് ഓർത്തു. ഇന്ന് അതേ അവ്യക്തമായ ശീലങ്ങളാണ് ആ വലിയ സ്കൂളിൽ അവന് ബഹുമതി നേടിക്കൊടുത്തത്. അമ്മയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ സുരേഷിന്റെ ഓരോ ചുവടിലും പശ്ചാത്താപം നിറഞ്ഞിരുന്നു. കാവേരി ദേവി മുറ്റത്തെ തുളസിത്തറയ്ക്ക് അടുത്തായി ഇരിക്കുകയായിരുന്നു. ഒന്നും മിണ്ടാതെ സുരേഷ് അമ്മയുടെ പാദങ്ങളിലേക്ക് തല ചായ്ച്ചു. എന്തു പറ്റി മോനെ? ഇൻ്റർവ്യൂ മോശമായോ? അല്ല അമ്മേ, ഇന്റർവ്യൂ വളരെ നന്നായി നടന്നു. അതെല്ലാം അമ്മ കാരണം. എന്നോട് ക്ഷമിക്കൂ അമ്മേ. ഒരു മരം എത്ര ഉയരത്തിൽ വളർന്നാലും വേരുകൾ മുറിച്ചാൽ അത് ഉണങ്ങിപ്പോകുമെന്ന് ഞാൻ മറന്നുപോയി. മോളെ, എന്താണ് ചെയ്തതെന്ന് മുത്തശ്ശിയോട് പറയൂ. പ്രണാമം ഗുരുജി, സായിരാം.
എന്നാണ് മുത്തശ്ശി ഞാൻ പറഞ്ഞത്? അന്ന് സുരേഷ് ഒരു കാര്യം മനസ്സിലാക്കി. സ്യൂട്ടും ഇംഗ്ലീഷും കൊണ്ട് നിങ്ങൾക്ക് മോഡേൺ ആകാൻ കഴിഞ്ഞേക്കും, എന്നാൽ നിങ്ങളുടെ മൂല്യങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഒരു മനുഷ്യനാകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മാതൃഭാഷയും സംസ്കാരവും ഇന്നും നിലനിൽക്കുന്നത് ഇത്തരം പാവം മനുഷ്യരിലൂടെയാണ്. അല്ലാതെ റാം റാം സായിറാം എന്ന് പോലും പറയാൻ ലജ്ജിക്കുകയും അതിനെ പിന്നേക്ക അവസ്ഥയായി കാണുകയും ചെയ്യുന്ന നമ്മളെപ്പോലെയുള്ള പരിഷ്കാരികളിലൂടെയല്ല. അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് കയറുമ്പോൾ സുരേഷ് അമ്മയെ നോക്കി ഹായ് മോം എന്നല്ല, മറിച്ച് കൈകൾ കൂപ്പി സായിറാം അമ്മേ എന്നാണ് അഭിസംബോധന ചെയ്തത്. കാവേരി ദേവിയുടെ ചുളിഞ്ഞ മുഖത്ത് വിരിഞ്ഞ ആ പുഞ്ചിരി ഉണ്ടല്ലോ, അത് ഏതൊരു ബിരുദത്തെക്കാളും വിലപ്പെട്ടിരിക്കുന്നു. ആധുനികതയിലേക്ക് മാറുന്നത് ഒരു തെറ്റല്ല, എന്നാൽ സ്വന്തം വേരുകളും ഭാഷയും മുതിർന്നവരെയും മറക്കുന്നത് വലിയ വിഡ്ഢിത്തം തന്നെയാണ്. ഇംഗ്ലീഷ് ഒരു ഭാഷയാണ്, ഒരു കഴിവാണ്. എന്നാൽ നമ്മുടെ മാതൃഭാഷയും മൂല്യങ്ങളുമാണ് നമ്മളുടെ അടയാളം. നമ്മളുടെ സംസ്കാരത്തിൽ ലജ്ജിക്കരുത്, മറിച്ച് അഭിമാനം കൊള്ളുക. ജയ് സായിറാം. ഹൃദയ